ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ സ്റ്റോറി നമ്മൾ പഠിക്കാൻ പോവാണ്. അതിൻ്റെ പേര് ദ ടോയ്ലറ്റ് എന്നാണ്. ദ ടോയ്ലറ്റ്. ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു പേര് ഒരു കഥക്ക് കൊടുക്കണമെങ്കിൽ ആ ഒരു ടോയ്ലറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? ആ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ ആയിട്ടുള്ള സിന എംലോപ്പെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. സിന എംലോപ്പെ അവർ പറയാണ്, ദ സ്റ്റോറി ഫോളോസ് എ young woman who, after her exams, moves to Johannesburg and lives in her sister's cramped quarters. Isolated and bored, she finds refuge in a public toilet, where she writes and daydreams about a different life. ഇത് ഈ സിന എംലോപ്പിന്റെ തന്നെ സ്റ്റോറിയാണ് കേട്ടോ. അവര് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ്, ഒരു ആക്ട്രസ് ആണ്, എല്ലാമാണ് കേട്ടോ. വലിയൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വളർന്ന ആ നിലയിൽ എത്തിയതില്ലേ, ആ യാത്രക്കിടയിൽ അവരെ ഒരുപാട് മോൾഡ് ചെയ്ത ഒരു പ്ലേസ് ആണ് ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ്, പ്രത്യേകിച്ച് ഈ ടോയ്ലറ്റ്, ഒരു പ്രത്യേക ടോയ്ലറ്റിൽ അവർ കുറേ നാള് അവരുടെ കഥ എഴുതിയിരുന്നത് ആ ടോയ്ലറ്റിൽ ഇരുന്നുകൊണ്ടാണ്, ഒരു പബ്ലിക് ടോയ്ലറ്റിലാണ്. അതുകൊണ്ടാണ് അവർ ഈ കഥക്ക് പ്രത്യേകിച്ച് ഇവരുടെ ആ ഒരു മെമ്മോയറിന് അല്ലെങ്കിൽ ആ ഓർമ്മക്കുറിപ്പിന് ടോയ്ലറ്റ് എന്ന് പേര് കൊടുത്തത്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി അവർ പറയുന്നത്, അവര് പഠിത്തം കഴിഞ്ഞ് ജോഹന്നാസ്ബർഗിലേക്ക് കുറച്ച് നാള് ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ചേച്ചിയുടെ ഒരു അപ്പാർട്ട്മെന്റിലാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മുറിയിലാണ് താമസിച്ചത്, ഒരു കുടിസ് മുറിയിലാണ്, ക്രാംഡ് ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ അർത്ഥം ചേച്ചി ഒരു വീട്ടു ജോലിക്കാരിയായിട്ട് അല്ലെങ്കിൽ ഒരു വീട്ടിലെ ജോലിക്കാരിയായിട്ട് ആണ് വേല ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടെ ചെന്ന് താമസിക്കുകയാണ്. അപ്പോൾ ആ മുറി ചെറുതാണ്. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടുകാർ അറിയാതെയാണ് ചേച്ചി ഇവിടെ കൂടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവക്ക് മുറിയിൽ നിന്ന് ആദ്യകാലത്ത് പുറത്തിറങ്ങാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. ചേച്ചി ജോലിക്ക് പോകുമ്പോൾ ഇവിടെ മുറിയിൽ പൂട്ടിയിട്ടാണ് പോകുന്നത്. അതാണ് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞത്. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടുള്ള ജീവിതമായിരുന്നു കുറേ നാൾ. അതിൽ നിന്നൊക്കെ അവൾക്ക് ഒരു മോചനം കിട്ടിയത് വീണ്ടും അവൾ ഒരു ദിവസം ഒരു ജോലിക്ക് കയറി. കുറച്ച് നാൾ ആ ജോലിക്ക് പോകുമ്പോഴെല്ലാം അവൾക്ക് കുറച്ച് സമയം കൂടുതൽ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ സമയം കിട്ടി. അപ്പോൾ ഒരു മഴ വന്നപ്പോൾ ഒരു ടോയ്ലറ്റിൽ കയറിയിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. അവൾ അവിടെ ഇരുന്ന് എഴുതാനൊക്കെ തുടങ്ങി കേട്ടോ. ദ ടോയ്ലറ്റ് becomes her private heaven until it is eventually locked, forcing her to write outside despite the challenges she persists in her creative pursuits. ഒരു ദിവസം അവൾ ഈ സ്ഥിരമായിട്ട് ഈ ടോയ്ലറ്റിൽ വന്നിരുന്ന് ഇങ്ങനെ അവൾ എഴുതി ഒരു ദിവസം നോക്കിയപ്പോൾ ടോയ്ലറ്റിന്റെ കളറൊക്കെ നല്ല പെയിന്റ് അടിച്ച് നല്ല പുതിയ ടോയ്ലറ്റ് ആക്കി വെച്ചിരിക്കുന്നു. അവൾ ആ ചെന്ന ടോയ്ലറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ ആ ടോയ്ലറ്റിന്റെ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. അങ്ങനെ അവളുടെ ആ ടോയ്ലറ്റിലുള്ള ഇരുത്തവും എഴുത്തും എല്ലാം അന്നോടുകൂടി അവസാനിച്ചു. പക്ഷെ അപ്പോഴേക്കും അവള് ട്രാൻസ്ഫോം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവള് പിന്നീട് പുറത്തിരുന്ന് ഒരു കഥ എഴുതി, അതുപോലെ തന്നെ പിന്നീട് ഒരുപാട് കഥകൾ എഴുതി. അവൾ വലിയ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ട് മാറി. അതാണ് നമ്മുടെ സിന എംലോപ്പെ. അപ്പൊ അവരെ ഉണ്ടാക്കിയെടുത്ത, മോൾഡ് ചെയ്തെടുത്ത ആ ടോയ്ലറ്റിനെ അവർക്ക് മറക്കാനാവുന്നില്ല. അതിനെപ്പറ്റി അവർ എഴുതിയിരിക്കുകയാണ്. ഇന്ന് നോക്കി എന്താ പഠിക്കാനുള്ളത് നോക്കാം കേട്ടോ. യു വിഷ് ടു സെൻഡ് ആൻ ഇമെയിൽ. ഇതിലാണ് നമ്മൾ ഒരു ഇമെയിൽ കാണുന്നത്. അപ്പൊ ഇമെയിലിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ഇതിൽ നിന്നായിരിക്കും കേട്ടോ. യു വിഷ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു എംലോപ്പെ, the author of the toilet, congratulating her on her achievement. Draft the email. അപ്പൊ നമുക്ക് ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം നോക്കിക്കോളൂ. ഇമെയിലിന്റെ ഒരു ഫോർമാറ്റ് ഇതാണ് മക്കളെ. ഒരു ഫ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അഡ്രസ്, ഒരു ഇമാജിനറി ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ് എഴുതുക. ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് സിന എംലോപ്പേന്റെ പേരിലുള്ള ഒരു ഇമെയിൽ ഐ ഡി എഴുതുക. അത്രേ ഉള്ളൂ കേട്ടോ. സബ്ജക്ട് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതിനുശേഷം സബ്ജക്ട് അപ്രീസിയേഷൻ ഓൺ യുവർ അച്ചീവ്മെന്റ്സ്. അതിനുശേഷം നമ്മളൊരു സല്യൂട്ടേഷൻ ആയിട്ട് ഡിയർ മിസ് എംലോപ്പെ എന്ന് എഴുതുക. ഇതിന്റെ കണ്ടന്റ് എഴുതുക. അപ്പോൾ കണ്ടന്റ് നമുക്ക് വായിച്ചു പഠിക്കാം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുണ്ട്. കൺഗ്രാജുലേഷൻ ടു യു വൺസ് അഗൈൻ എന്ന് പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പേര് എഴുതാം. സിമ്പിൾ ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ ഫോമാറ്റ് ഒന്ന് പഠിച്ചു വെക്കുക, കണ്ടന്റും പഠിക്കുക, ശേഷം അത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇമെയിലിൽ സാധ്യത ഈ ചാപ്റ്ററിൽ നിന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം വരാൻ സാധ്യതയുള്ള ഒരു കോൺവെർസേഷൻ വരാൻ സാധ്യതയുണ്ട് മക്കളെ. കാരണം ഇതിൽ ഈ എംലോപ്പയുടെ ചേച്ചിയുമായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട്. എംലോപ്പയും അവിടുത്തെ ഹൗസ് ഓണർ ആയിട്ടുള്ള ലേഡിയുമായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട്. അങ്ങനെ 2-3 കോൺവെർസേഷൻ ഈ കഥയിലുടനീളം വരുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു കോൺവെർസേഷൻ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കോൺവെർസേഷൻ റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. കോൺവെർസേഷനിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 പേർ തമ്മിലുള്ള സംഭാഷണം. ഒരു തവണ ഒരാൾ അങ്ങോട്ട് പറഞ്ഞു, തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പൊ അതിനെ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയും കേട്ടോ. അങ്ങനെ ഒരു 6-7 എക്സ്ചേഞ്ചുകളെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം കോൺവെർസേഷനിൽ കേട്ടോ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബിഗിൻ വിത്ത് എ ഗ്രീറ്റിംഗ്, ഒരു ഗ്രീറ്റിംഗോട് തുടങ്ങുക. അതുപോലെ തന്നെ ഇത് റൈറ്റ് ഇൻ ദ പോയിന്റ് വ്യൂ ഓഫ് ദ 2 ക്യാരക്ടേഴ്സ്, 2 ക്യാരക്ടേഴ്സിന്റെ പോയിന്റ് വ്യൂവിലൂടെ തന്നെ എഴുതുക. ഇതെല്ലാമാണ് നിങ്ങൾ കോൺവെർസേഷൻ റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഉദാഹരണമായിട്ട് നമ്മുടെ
നമ്മുടെ എംലോപ്പയും അവരുടെ സിസ്റ്ററുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എക്സാമ്പിൾ ആയിട്ടുണ്ട്, സ്റ്റഡി മെറ്റീരിയലുണ്ട്, പഠിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എംലോപ്പെ പറയുന്നു കണ്ടോ, ഒരു കാര്യം പറയുന്നു, അതിന് തിരിച്ച് അല്ല സിസ്റ്റർ ഒരു കാര്യം പറയുന്നു, എംലോപ്പെ തിരിച്ച് പറയുന്നു, അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ആയി. അങ്ങനെ 1 2 3 4 5 6 എക്സ്ചേഞ്ചുകൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ചുരുങ്ങിയത് ഒരു 6 എക്സ്ചേഞ്ച് എങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ ഈ ഒരു വലിയ കോൺവെർസേഷൻ, എന്നാലേ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ കോൺവെർസേഷന്റെ സാധ്യതയുണ്ട്. പിന്നെ എന്നുള്ളത് ഒരു നോട്ടീസ് ആണ്. നോട്ടീസ് എഴുതാൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നോട്ടീസിന്റെ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ആദ്യം നിങ്ങൾ നോട്ടീസ് എന്ന് എഴുതണം, വലിയ അക്ഷരത്തിൽ നോട്ടീസ് എന്ന് എഴുതണം. അതിനുശേഷം പരിപാടിയുടെ പേര്, അതുപോലെ തന്നെ ഈ ക്ലബിന്റെ പേര്, അതുപോലെ സ്കൂളിന്റെ പേര്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ, അതായത് അറ്റ്ലീസ്റ്റ് ഒഴിവാക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലബിന്റെ പേരാണ്. ബാക്കി 2 എണ്ണം എന്തായാലും വേണം കേട്ടോ. അതായത് പരിപാടിയുടെ പേരും സ്കൂളിന്റെ പേരും എന്തായാലും അവിടെ വേണം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങിയാലും കുഴപ്പമില്ല. ആദ്യം പരിപാടിയുടെ പേരോ അല്ലെങ്കിൽ ആദ്യം സ്കൂളിന്റെ പേര് പിന്നെ പരിപാടിയുടെ പേര് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ 3 കാര്യങ്ങൾ, നോട്ടീസും ആ ഒരു ഇവന്റിന്റെ പേരും സ്കൂൾ നെയിമും മുകളിൽ ഹെഡിങ് ആയിട്ട് വേണം. ഇവിടെ നിങ്ങൾ ഒരു ഡേറ്റ് എഴുതിക്കോളൂ. അതിനുശേഷം ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഏത് ക്ലബിന്റെ ആണോ പരിപാടി ആ ക്ലബിന്റെ കാര്യം പറഞ്ഞു കൊടുക്കാം. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു പെർഫോം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ദ ഹെൽത്ത് ക്ലബ് ഓഫ് അവർ സ്കൂൾ, അങ്ങനെ ഏതാണോ ആ ചോദ്യത്തിൽ ഉണ്ടാവും കുറെ കാര്യങ്ങൾ കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റിനിൽ തന്നെ ഏകദേശം പകുതിയോളം കാര്യങ്ങൾ, ഈ കണ്ടന്റ് എഴുതാനുള്ള പകുതിയോളം കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അതെടുത്ത് അങ്ങോട്ട് എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഇനാഗുറേറ്റ് ചെയ്യാൻ ഒരു ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റിനെ കൊണ്ടുവന്നോ, അവരുടെ കാര്യവും നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കാം. ദ ഫേമസ് ഫിലിം ആക്ടർ മോഹൻലാൽ ഹാസ് കൺസെന്റഡ് ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റിനെ കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഓൾ ആർ വെൽക്കം. അതിനുശേഷം നിങ്ങൾ ആരാണോ, നിങ്ങൾ സെക്രട്ടറി ആണോ കൺവീനർ ആണോ എന്നുള്ള നിങ്ങളുടെ പദവി ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അടിയിൽ ഒരു SD എന്ന് എഴുതുക. പിന്നെ നെയിം ഓഫ് ദ ക്ലബിന്റെ സ്കൂളിന്റെ പേര് എഴുതുക, അല്ലെങ്കിൽ ക്ലബിന്റെ പേര് എഴുതുക. ഇത്രയുള്ള കാര്യം കേട്ടോ. ഇതിങ്ങനെ അവസാനിപ്പിക്കുക. ഇനി ഇത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിർബന്ധം പറയുന്നുണ്ടാകും. അതായത് പ്രോഗ്രാം ഡീറ്റെയിൽസ് കൂടി അതിൻ്റെ ഒപ്പം എഴുതണം. അപ്പൊ അതുകൂടി നിങ്ങൾ എന്താ എഴുതി വെച്ചോളൂ. ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് നോട്ട് ചെയ്താൽ മതി. പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് നടക്കുന്നതിന്റെ ക്രമം കേട്ടോ, അതിന്റെ ഒരു പ്രോസസ്സ്, അതിന്റെ രീതി എങ്ങനെയാണ്. ആദ്യം എന്താണ് വെന്യൂ, ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ മെൻഷൻ ചെയ്യുക കേട്ടോ. ഡേറ്റ്, ടൈം, വെന്യൂ, പ്രയർ. അതിനുശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പ്രയർ തുടങ്ങുന്ന നമ്മളൊരു ഒരു പാട്ടോട് കൂടിയല്ലേ, അല്ലെങ്കിൽ ഒരു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ടോട് കൂടി നമ്മൾ തുടങ്ങൂല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഭക്തിഗാനത്തോടു കൂടി തുടങ്ങുക. അതിനുശേഷം വെൽക്കം സ്പീച്ച് ആരാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. പ്രസിഡൻഷ്യൽ അഡ്രസ് ആരാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അതായത് അധ്യക്ഷ പ്രസംഗം, ഇനാഗുറേഷൻ, ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആളില്ലേ, മോഹൻലാലാണെങ്കിൽ മോഹൻലാൽ, അയാളുടെ പേര് പറയാ. അതിനുശേഷം ഫെലിസിറ്റേഷൻ, അതായത് ആശംസാ പ്രസംഗം. അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ്, കൃതജ്ഞത അറിയിക്കുന്നത് ആരാണെന്നുള്ള കാര്യമൊക്കെ എഴുതുക. ഇതൊക്കെ നിങ്ങൾ എഴുതിക്കോളൂ ആരാണെന്നുള്ളത്. അത് ഇമാജിനറി ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺവീനറോ സെക്രട്ടറി എന്നൊക്കെ എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങളൊരു ഈ ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസും കൂടെ എഴുതുക. അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു നോട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എംലോപ്പേനെ പറ്റിയുള്ള നോട്ടീസാണ് കേട്ടോ. ഫേമസ് സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലർ ജിന എംലോപ്പെ. അപ്പൊ നിങ്ങൾ നോക്കൂ, നോട്ടീസ് എഴുതിയിട്ടുണ്ട്, സ്കൂൾ നെയിം ഉണ്ട്, സ്റ്റോറി ടെല്ലിംഗ് ക്യാമ്പയിൻ ഇവന്റിന്റെ നെയിം ഉണ്ട്, ഡിയർ ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അവർ സ്കൂൾ ഇംഗ്ലീഷ് ക്ലബ് ഹാസ് ഡിസൈഡ് ടു ഓർഗനൈസ് എ സ്റ്റോറി ടെല്ലിംഗ് ക്യാമ്പയിൻ കണ്ടോ. അപ്പൊ അതിൽ നമ്മുടെ ജിന എംലോപ്പെ വരുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തതിനു ശേഷം ഒരു ഡേറ്റ്, ടൈം, വെന്യൂ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓൾ ആർ വെൽക്കം. പിന്നെ നിങ്ങളുടെ ഡെസിഗ്നേഷനും മറ്റു കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. നല്ലൊരു നോട്ടീസിന്റെ ഫോമാറ്റ് ആണ്. ഇനി ഈ പറഞ്ഞ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യത്തിൽ അതും കൂടി നിങ്ങൾ ഇത് ഉൾപ്പെടുത്തുക. അതാ നോക്കി, പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് പ്രെയർ ആരാണ് നടത്തുന്നത്, ഒരു പെൺകുട്ടിയുടെ പേര്, അതുപോലെ ആരെങ്കിലും ഒരു പേര്, ഇമാജിനറി ആയിട്ട് പേര്. വെൽക്കം സ്പീച്ച് ആരാണ്, സെക്രട്ടറി ആണ്. പ്രസിഡൻഷ്യൽ അഡ്രസ് ആരാണ്, നമ്മൾ ജിന എംലോപ്പേനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ഓരോ പേര് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് ഗംഭീരമാവും. ഓക്കെ, ഇനി നമുക്ക് മക്കളെ ഇതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. ഇമെയിലും നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. A ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഡയറി അല്ലെങ്കിൽ കോൺവെർസേഷൻ ആണ്. ഇനി C ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിൽ നിന്നും റൈറ്റ് അപ്പ്, നോട്ടീസ് എന്നിവ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ ജിന എംലോപ്പയുടെ ദി ടോയ്ലറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ പഠിക്കാം, മുഴുവനായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഏറ്റവും ആദ്യം A ലെവലിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യാം കേട്ടോ, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാം. ബൈ.